ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ആലു പൊറോട്ടയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് തയ്യാറാക്കേണ്ടത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർക്കുമ്പോൾ പൊറോട്ട മാവ് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഉപ്പും നെയ്യും ചേർത്തതിന് ശേഷം പൊടിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാറില്ലേ, ആ രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. ഇവിടെ ഞാൻ നോർമൽ വാട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് കൂടിപ്പോകാനും പാടില്ല. 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ തടകി ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം വന്നത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കാണും കേട്ടോ. ആലു പൊറോട്ട തയ്യാറാക്കാനായിട്ട് 4 മീഡിയം സൈസ് പൊട്ടറ്റോ പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കൈകൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും കട്ട കെട്ടാതെ കിട്ടും. ഒരു പീസ് പോലും കാണില്ല കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 പിഞ്ച് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1 പിഞ്ച് അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അയമോദകം ചേർക്കുന്നത് ഈ കിഴങ്ങൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതല്ലേ, അപ്പം ഗ്യാസിൻ്റെ ഒന്നും പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇഷ്ടമില്ലാത്തവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ബിഗ് സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി സവാള ഫാസ്റ്റായിട്ട് കുക്കായി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നാൽ സവാള അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിയില നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ മസാലയെല്ലാം നമ്മുടെ പൊട്ടറ്റോയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇങ്ങനെ അടുപ്പിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പൊട്ടറ്റോയിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് പൊറോട്ട തയ്യാറാക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇത് ഞാനൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരേ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടിൽ അല്പം കൂടി വലിയ ഉരുളകളായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് മാവ് 8 പീസ്, അതായത് 8 പൊറോട്ട ഉണ്ടാക്കാനുള്ള പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഓരോന്നായിട്ടും കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുളകളാക്കി എടുക്കാം, നല്ല ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ 8 പീസും ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഉരുളകളാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ മസാലയും അതുപോലെ തന്നെ 8 ഉരുളകളായിട്ട് ഉരുട്ടി വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം വിരലുകൊണ്ട് തന്നെ നമുക്കിത് അരികുഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തത് നല്ല വലിപ്പത്തിലാക്കി എടുക്കണം. ഇതിൻ്റെ നടുവ് ഭാഗം നമ്മൾ ഇത് പ്രസ് ചെയ്ത് പരത്തുന്നില്ല കേട്ടോ. നടുവ് ഭാഗം അല്പം കനത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്.
ഇവിടെ പാത്രത്തിൽ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ അധികമുള്ള പൊടിയൊന്ന് തട്ടി മാറ്റിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇത് കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഷേപ്പിലാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ഉരുട്ടി വെച്ചത് ഇതിൻ്റെ നടുഭാഗത്തിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ അരിഭാഗം ഓരോന്നായിട്ട് പിടിച്ച് മുകളിലേക്കാക്കി പ്രസ് ചെയ്ത് ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കി, കണ്ടില്ലേ, ഇതുപോലൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇനി അധികമായിട്ട് വരുന്ന മാവ് വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ച് മാറ്റാം, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ അവിടെ തന്നെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പൊറോട്ട തയ്യാറാക്കുന്നത്. ഇനി ഒരു ഉരുള എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ചപ്പാത്തി റോൾ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ആദ്യം താഴെ നിന്ന് തന്നെ മുകളിലോട്ടും മുകളിൽ നിന്ന് താഴോട്ടും, അങ്ങനെ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അധികം അങ്ങ് പ്രസ് ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ പരത്തിയെടുക്കാം. അല്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഞാനത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുറച്ച് പൊടിയൊക്കെ തൂവി കൊടുത്തിട്ട് നന്നായിട്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പൊറോട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് ബട്ടർ തടവി കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തടവി കൊടുക്കാവുന്നതാണ്. ബട്ടറോ നെയ്യോ തടവുകയാണെങ്കിൽ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ബട്ടർ തടവിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പൊറോട്ട നല്ല ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്നത് പോലെ തന്നെ പൊങ്ങി വരും. അന്നേരം ഒരെണ്ണം എടുത്ത് മാറ്റിയതിന് ശേഷം അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ബട്ടർ തടവിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ മറു സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ ബട്ടർ തടവി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചപ്പാത്തിയൊക്കെ പൊള്ളി വരുന്നത് പോലെ തന്നെ നമ്മുടെ ആലു പൊറോട്ട നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊറോട്ട എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കേട്ടോ ഞാനിവിടെ പൊറോട്ട തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് 2 കപ്പ് പൊടിക്ക് ഞാൻ 8 പൊറോട്ട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള പൊറോട്ടയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കൊരു 10 പൊറോട്ടയൊക്കെ വരെ തയ്യാറാക്കി എടുക്കാം. രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുള്ള നല്ല പൊറോട്ടയാണ് കേട്ടോ ആലു പൊറോട്ട. നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ, ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആലു പൊറോട്ടയ്ക്ക് പരത്തുമ്പോഴുണ്ടല്ലോ ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്താൻ പാടില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തിയെക്കാട്ടിൽ അല്പം കനത്തി വേണം പരത്തിയെടുക്കാനായിട്ട്. ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അകത്ത് വെച്ച പൊട്ടറ്റോ മസാല നമ്മുടെ പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സ്പ്രെഡായിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.